നമസ്കാരം. കേരളത്തിൽ പിണറായി വിജയനെതിരെ ആദ്യമായിട്ട് വെടിപൊട്ടിച്ചത് ക്രൈമാണ്. ഒരു കാരണവശാലും പിണറായി വിജയനെതിരെ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടിയാൽ അന്ന് കൊന്നു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രൈം പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ അദ്ദേഹം മുഖ്യപ്രതിയാണെന്നും പെരുങ്കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വരെന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചത്. അന്ന് എന്നെ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല, എൻ്റെ ഓഫീസ് കത്തിച്ചു, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിനെ കൊണ്ട് എൻ്റെ ക്രൈമിൻ്റെ ഓഫീസിൽ 15ഓളം ഗുണ്ടകളെയും കയറ്റി പെട്രോളും ഒഴിച്ച് കത്തിക്കുകയും അവിടുന്ന് രേഖകൾ കടത്തുകയും ചെയ്തു. അന്ന് പിണറായി വിജയൻ എന്നെ തട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് പിണറായി വിജയൻ്റെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് അവൈലബിൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയും എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും എന്നെ തൊടാൻ പറ്റിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹർജി ഫയൽ ചെയ്തു. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായതുകൊണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യപ്രതി എന്നുള്ള രൂപത്തിൽ ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ രേഖകൾ കൊടുത്തപ്പോൾ കോടതി ഇടപെടുമെന്ന് കണ്ടപ്പോൾ പിണറായി വിജയൻ എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തി. അങ്ങനെയാണ് ലാവ്ലിൻ കേസിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഹർജി കൊടുക്കുകയും CBI അന്വേഷണം കൊണ്ടുവരികയും കോടതി നിരീക്ഷണം കൊണ്ടുവരികയും അങ്ങനെ പിണറായി വിജയൻ പ്രതിയാവുകയും ചെയ്തിട്ടുള്ള ആ കേസ് ഇപ്പം എത്ര കാലമായി? 2024 6.5 കൊല്ലമായി ഡൽഹിയിൽ സുപ്രീം കോടതി കിടക്കുകയാണ്. അതിൽ രക്ഷപ്പെടുത്തിയതാരാണ്? പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയത് കേന്ദ്ര ഗവൺമെന്റാണ്, BJP ആണ്. അതിനുശേഷം നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, മാസപ്പടി വിവാദം, അത്രയും തട്ടിപ്പുകൾ വന്ന് ഘട്ടമായിട്ട് വന്നപ്പോൾ അന്ന് എനിക്ക് BJPയിലെ പ്രമുഖനായ നേതാവ് പറഞ്ഞത് കേരളത്തിൽ പിണറായി വിജയനെ നിലനിർത്തി ആദ്യം കോൺഗ്രസിനെ തകർക്കും, അതിനുശേഷം CPMനെ തകർക്കും. ആദ്യം കോൺഗ്രസിനെ തകർക്കുന്ന എങ്ങനെയാണ്? ഭരണം കിട്ടാതെ വന്നാൽ കേരളത്തിൽ കോൺഗ്രസ് ഭരണം തകരും എന്നുള്ളതായിരുന്നു. പക്ഷെ സംഭവിച്ച മറ്റൊന്നാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ, K സുധാകരന്റെ നേതൃത്വത്തിൽ ശക്തമായ ടീം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ മേഖലകളിലും കോൺഗ്രസിന് ഉണർവുണ്ടായി. BJP വളർന്നില്ല, BJP കച്ചവടം ചെയ്തു. മുരളീധരനും K സുരേന്ദ്രനും പിണറായി വിജയനായി ചങ്ങാത്തം കൊടുക്കുകയും യൂസഫലിയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ കിട്ടുന്ന പണമല്ല, പിണറായി വിജയൻ തട്ടിയെടുത്ത 25,000 കോടി മേധയിലുള്ള തട്ടിപ്പ് പണം, പല മേഖലകളിൽ നിന്നും തട്ടിയെടുത്ത പണം പങ്കുവെക്കുന്ന ഒരു രീതിയിലേക്ക് പോയി എന്നുള്ള വാർത്തകൾ വരികയും ചെയ്തു. പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മുരളീധരനും K സുരേന്ദ്രനും പണമുണ്ടാക്കുകയും അത് യൂസഫലിയുടെ കമ്പനികളിൽ അടക്കം നിക്ഷേപിച്ചു എന്നുള്ള വാർത്തകളാണ് പിന്നെ വന്നത്. അതിൻ്റെ നേരത്തെ K സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? സ്വർണ്ണക്കളക്കടത്തിൽ പിണറായി വിജയനെ പങ്കുണ്ട്, മകൾക്ക് പങ്കുണ്ട്, അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്തോ? ഡോളർ കടത്തിലും K സുരേന്ദ്രൻ പറഞ്ഞു, എല്ലാ കാര്യത്തിലും സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഇവരാരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താ? BJPയെ വിജയിപ്പിക്കും 6 സീറ്റുകളിൽ എന്നുള്ള ഒരു പല്ലവിയാണ് വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെയുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ആദ്യം മകളെ അറസ്റ്റ് ചെയ്യും, പിന്നെ ആരാണ് അറസ്റ്റ് ചെയ്യുക? ശ്രീരാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്യും, പിന്നെ ആരെയാണ്? കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും, അതേപോലെ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യും, അതേപോലെ KT ജലീലിനെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പഴയ മന്ത്രിമാരെയും മുൻ സ്പീക്കറെയും അതേപോലെ വീണ വിജയനെയും പിണറായി വിജയന്റെ മകളെയും അറസ്റ്റ് ചെയ്ത്, പിന്നെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത്, പിന്നെ മകനെ അറസ്റ്റ് ചെയ്ത്, അവസാനം മാത്രമേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയായിട്ടും നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ BJP അധികാരത്തിലെത്തുമായിരുന്നു. ഇപ്പോൾ BJP കച്ചവടക്കാരാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും കേസെടുത്താൽ അത് ഇലക്ഷൻ സമയത്ത് കെജ്രിവാളിനെതിരെ എടുത്ത നടപടിയിലൂടെ കെജ്രിവാളിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ പോലെ കേരളത്തിൽ അങ്ങനെ ഒരു നടപടി എടുത്താൽ ഇവിടെ ട്രെൻഡ് എടുക്കാൻ CPMന് കഴിയും. കാരണം ഇലക്ഷൻ സമയത്ത് ഇത്രയും കാലം കാത്തിരുന്നിട്ടും ഇത്രയും കാലം ഉണ്ടായിട്ടും എന്തേ നടപടി എടുക്കാഞ്ഞത്? കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനും മകളും മാത്രമല്ല ഈ 3 മന്ത്രിമാരും ശ്രീരാമകൃഷ്ണനും പ്രതികളാണ്. ഡോളർ കടത്തിലും കൃത്യമായി സ്വപ്നയാണെങ്കിൽ നിരവധി തവണ മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്യു കുഴൽനാടനും അതേപോലെ PT തോമസും എല്ലാം നേരത്തെ വിളിച്ചു പറഞ്ഞത് നിയമസഭയിൽ വെല്ലുവിളിച്ചതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഇന്ന് കേസെടുത്തിരിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ. ആ കേസ് പ്രകാരമാണെങ്കിൽ
വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേറെ താമസമൊന്നും വേണ്ട. പിന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനും താമസമില്ല. ഇത് ഇങ്ങനെയിരിക്കെ ഇതിലെല്ലാം നടപടി ഉണ്ടാകുമോ? അതല്ല, പിണറായി വിജയനെ വെച്ച് മകളെ അറസ്റ്റ് ചെയ്യുന്ന പേടിപ്പിച്ച് പിണറായി വിജയനെ കൊണ്ട് 6 MP-മാരെ വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രമാണോ? അതല്ല, കൃത്യമായി നടപടികളാണോ? മുൻ കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും മാസപ്പടി അതേപോലെ ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പും ലാവലിംഗ് കേസും എല്ലാം പരിഗണിക്കുമ്പോൾ ഇതൊരു പ്രഷർ തന്ത്രമാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. കരുവണ്ണൂർ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് കൃത്യമായി ഈ AC മൊയ്തീൻ്റെ വീട് റെയ്ഡ് ചെയ്താണ്. അവരുടെ 50 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കണ്ടുകെട്ടിയതാണ്, മരവിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും AC മൊയ്തീനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്താ? വളരെ ക്ലിയർ ആണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കോ? അതല്ല, പിണറായി വിജയനെ കൊണ്ട് കൃത്യമായി ഇങ്ങനെ പിണറായി വിജയനെ കൊണ്ടു നടന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ? അങ്ങനെയാണെങ്കിൽ മകളെ അറസ്റ്റ് ചെയ്താൽ പിണറായി വിജയൻ തകർന്നു പോകും. പിന്നെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ CPM ഇല്ലാതാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഗുണം കിട്ടാൻ പോകണ കോൺഗ്രസിനെ. കാരണം ഇത്രയും കാലം ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തി വെച്ചത് എന്തിനായിരുന്നു? 4 വർഷം മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായി, 4 വർഷം മുമ്പ് മറ്റേ ഇതുണ്ടായി, ഡോളർ കടത്തുണ്ടായി. 6.5 വർഷം മുമ്പാണ് നമ്മുടെ ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. അതേപോലെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പുണ്ടായിട്ട് 4 വർഷമായി. ഇതിലൊന്നും ഇത്രയും കാലം നടപടിയെടുക്കാതെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കേസ് എടുത്തത് എന്തിനാണ്? നമ്മൾ കാത്തിരുന്ന് കാണണം. ആദ്യം മകളെയാണ് അറസ്റ്റ് ചെയ്ത്, പിന്നെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത്, അങ്ങനെ ഘട്ടം ഘട്ടമായി കേരളത്തിലെ CPM-നെ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെയുള്ള നടപടിക്ക് പോവുകയാണോ അല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം PC ജോർജും ഷോൺ ജോർജും BJP-യിലുള്ളപ്പോൾ അത്തരം നടപടികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് കൊടുത്ത ഉറപ്പാണോ ഇത് എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പിണറായി വിജയനും മകളിലും കരിമ്പട്ടികയിൽ തന്നെയാണ്. അവരെ കൃത്യമായി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടുള്ള നടപടിയാണോ? കൃത്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണോ? PC ജോർജ് പറഞ്ഞ പോലെ ശിഷ്ടകാലം പിണറായി വിജയനും മകളും ജയിലിൽ തന്നെയായിരിക്കും, ഞാൻ അവരെ ചെന്ന് കാണും എൻ്റെ മരണത്തിന് മുമ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.